Wait. Oh, I'm sorry. Thanks. I'm very sorry. It's okay. New admission? Yeah. I'm Smita. I'm Gauri. I am Lucy just now. Hello. Hi everybody. I am Hari. മലയാളത്തിൽ ഹരി എന്ന് വിളിക്കും. I am Vinod. മലയാളത്തിൽ ആക്കിയതാണല്ലേ. ഞങ്ങളും ഈ കോളേജിലാ പഠിക്കുന്നത്. ഞങ്ങളും കൂടി ഒന്ന് പരിഗണിക്കണം. ബൈ ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. നിങ്ങളോ? ഞങ്ങളും ഫസ്റ്റ് ഇയറാ. അബ്ഡോമൻ എക്സസൈസ് നന്നായി ചെയ്യണം. വയറിലെ മസിലുകൾക്ക് ഉറപ്പ് പോരാ. ശരി ടീച്ചർ. ഇതൊക്കെ ഒറിജിനൽ എന്നയുടെ? അതെ സാർ. ചെയ്യാം സാർ. ഇങ്ങനെയൊക്കെ തന്നെ വരുന്നവരാദ്യം പറയുന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉണർവും ഉന്മേഷവും ഒന്നും കാണാറില്ല. എങ്ങനെയും കോഴ്സ് ഒന്ന് പാസ്സായി ഏതെങ്കിലും ഉടങ്കുല്ലി സ്കൂളിലോ സ്വാശ്രയ കോളേജിലോ പൈസ കൊടുത്തൊരു ജോലിയും വാങ്ങി വെറുതെ പള്ളിന്റെ ഇടവത്തി ഇരിക്കാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ അങ്ങനല്ല സാർ. പിന്നെ ഞാൻ എങ്ങനെയാണെന്നാണോ താൻ പറയുന്നത്? ഞാൻ അങ്ങനല്ല സാർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണോ താൻ പറഞ്ഞേ? എന്നോട് തർക്കിക്കുന്നോ? ഓ, ഇവനാര്? അർണോൾഡ് ഷ്വാസ്നിഗർ. സാറേ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പരിസരം നോക്കാതെ തുപ്പരുതെന്ന്. വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സോറി സാർ. എന്താണോ? എടോ ഒക്കെ പഴയകാലം. ഞാനിവിടുത്തെ പ്യൂണാ. എന്താ പ്യൂൺ സാർ? നമ്മൾ അഡ്മിഷൻ കാർഡ് അയച്ചതിൽ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ടെസ്റ്റിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരുത്തനാ. ആരാ? ഒരു അർജുൻ. അവനാര്? പാണ്ഡവന. അതാ ഒരു കാര്യം, ഞാൻ അങ്ങോട്ട് മാറിയെന്ന് 3 പ്രാവശ്യം ഒരു പേര് ഉറക്കം വിളിക്കേ. ആരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം. ഓക്കെ സാർ. സാറ് അർജുൻ. 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 സ്കേറ്റിംഗ് ചാമ്പ്യനാണല്ലേ? അല്ല, തെന്നിപ്പോയതാ. എന്താ പേര്? അർജുൻ. ലേറ്റ് ആണല്ലോ. സോറി സാർ. ലേറ്റ് ആണേലും ലേറ്റസ്റ്റ് അതാ വന്നിരിക്കേ. എല്ലാം പുതിയ ഫാഷനാണ് സാർ. ഇതും പുതിയ ഫാഷനാണോ? ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. തോന്നി. എന്താ പേര്? അർജുൻ. തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരുണ്ട്. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ? ലാലി. മിടുക്കൻ. ശരി. അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചോളൂ. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ, ഞാനിപ്പോ കുടിച്ചോളൂ. പ്ലീസ് ഡാ, ഒരു ഉഗ്രൻ കാപ്പി. അല്ല, ലാലി കുടിക്കുന്നില്ലേ? അർജുൻ കഴിക്കി. അതാണ് എന്റെ ഒരു സന്തോഷം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ വേണ്ട. പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുകൊല്ലാന്ന് പോണില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്റെ ഒരു സന്തോഷത്തിന് 2 പൊറോട്ട, ഇത്തിരിക്കോളം ബീഫും. എങ്ങനെയുണ്ട്? നന്നായി. അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന് ഒരു ചിക്കൻ ഫ്രൈ, ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. ഇതൊക്കെ ഇപ്പൊ പ്ലേറ്റിലായ. എന്താ ബില്ലേ? എന്റെ ഒരു സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തേക്ക്. തന്റെ സന്തോഷത്തിന് ഞാനെന്തിനു കൊടുക്കണം? മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഇതെന്റെ ക്യാൻറ്റീനാ. ഞാനാ മുതലാളി, ഓണർ, പ്രൊപ്പറേറ്റർ, കോൺട്രാക്ടർ. തിന്നാ പാപം, കാശ് കൊടുത്താ തീരും. ഇതാ ക്യാൻറ്റീൻ നിയമം. ഒന്നും അറിയില്ല. 88 രൂപയാ. ഇവിടെ 2 പൊറോട്ട. എന്റെ ഒരു സന്തോഷത്തിന് കാശ് കൊടുത്ത് എനിക്ക് പോരാ. അയ്യോ, പഴമുണ്ടാകാൻ പോലെ ഒരു കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ടേ. ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇപ്പൊ ഇതും കൂടെ ഓടാൻ പറ്റുമോ? ഞാൻ കേറട്ടാ. എനിക്ക് ബിസി ഉണ്ട്. എടാ, ഇത് ക്ലാസ് റൂം അല്ല, ബാത്റൂമാ.
അയ്യോ പെറ്റ തള്ള പൊറുക്കുകയല്ലേ. ഓ നിനക്ക് എന്താണോ കഴിക്കുന്നത്? എടാ അത് എന്റെ കക്കൂസാടാ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ. ഓ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീനെ കിട്ടിയ പോലെ. അയ്യോ എന്റെ ശബരിമല മുരുക. അയ്യോ ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്താടാ. സീരിയസ് ആണോ? അയ്യോ ഓ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ എടാ ഞാൻ കേരട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ മോർണിംഗ് സാർ. ഉളയും പൊല്ലുളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്യ്. അയ്യോ കോർപ്പറേഷൻ യെസ് കക്കൂസൊക്കെ ക്ലീനായി. ഇനി കുളിമുറി ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ നിന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ സോറി കക്കൂസ് മാറി. അല്ല ആള് മാറി. Listen, പ്രാക്ടീസ് മുടക്കരുത്. പ്രാക്ടീസ് മുടക്കരുത്. എന്താ ചേട്ടാ ഇത്? എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് മാത്രം പറയുന്നത്. വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ലല്ല. നീ വല്ല പെമ്പിളേക്കും വിളിച്ചത് അല്ലേ? അത് പറ. അപ്പൊ ടെലിഫോൺകാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന്. അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ പരിധിക്ക് പുറത്താണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്. മനസ്സിലായില്ലേ? ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? തോന്നിയാസം പറയരുത്. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഈ ക്യാൻറ്റീൻ മാത്രമല്ല ലോകത്തൊരു ക്യാൻറ്റീൻ തുറക്കൂല. അപ്പൊ ശനിയാഴ്ചത്തായിരിക്കും. ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. നിന്റെ അപ്പം വന്നുണ്ടോ പിന്നെക്കോ? ദൈവമേ അപ്പൊ ഇത് വെള്ളിയാഴ്ചത്തെയാ? വെള്ളിയാഴ്ച ശനിയാ? ആഴ്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടംപുരിക്കൊക്കെ എന്താ ആഴ്ച? പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആര് ചാവൂല. അതെന്റെ ഉറപ്പ്. എന്റെ ഉറപ്പോ? അതെന്തുറപ്പ്? അല്ല ഈ ടിവിയിലെ പരസ്യത്തില് മോഹൻലാലിന്റെ ഉറപ്പ് നിനക്ക് കുഴപ്പമില്ലേ? എടാ ഒരു ഉണ്ടംപുരിക്ക് ഞാൻ ഉറപ്പ് 100 രൂപ. ഒരു 10 ഉണ്ടംപുരി പൊതിഞ്ഞെടുത്തോ വീട്ടിൽ കൊണ്ടുപോകാനാ. വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാനായിരിക്കും. ഈ വീടിന്റെ പരിസരത്തൊക്കെ പട്ടികളുടെ ഭയങ്കര ശല്യോ. പട്ടികളെ എടുത്ത് കൊല്ലാനാ. ആ പട്ടികളെ കഴിക്ക്. അല്ല നിങ്ങളെ കഴിക്ക്. നിങ്ങൾ ഇങ്ങ് വാടാ. എന്തിനാ? വില തുച്ഛം ഗുണം മെച്ചം. ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ച ശേഷം പ്രേമം പറഞ്ഞാൽ മതി. മീശ പോവില്ല. പിന്നെ വാടകയോ ഒരു ദിവസത്തേക്ക് 5 രൂപ മാത്രം. ഓൺലി 5 rupees. ഇതെന്താടത് മീൻവല്ലേ? അപ്പ അറിഞ്ഞില്ലേ? ഇവനാ സ്മിതയോട് ഇഷ്കി ഇഷ്കി പ്യാര് പ്യാര്. അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോവും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാ. പ്രേമോ ആണോടാ? അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പേടിച്ചിട്ട് ആ കുട്ടി എന്നോട് പറയാത്തതാ. എങ്കിൽ അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാ മതി. പറഞ്ഞ എടാ നിന്നോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല. ഇവൻ അങ്ങനൊക്കെ പറയോട്ടാ. പകുതി മീശ പോയാൽ നിനക്കാ മോശക്കേട്. ഇയാളുടെ മീശ പോയത് ഇങ്ങനെയാണ്. ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് മീശയില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ അങ്ങനല്ലേ? മീശയില്ല പറമ്പില്ലാലി. ഈ അഡ്രസ്സിൽ കത്ത് നോക്ക് കിട്ടും നോക്കല്ലോ. എടാ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടൂ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നീടൊന്ന് ഞാൻ നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തത്. നീ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു. അതിന്റെ കാശ് തന്നിട്ടില്ല. ചായ നിനക്കറിയില്ല ഞാൻ ഈ ക്യാൻറ്റീന്ന് സാധനം കഴിക്കാറില്ലെന്ന്. മനുഷ്യന്മാരെ കൊല്ലാനായിട്ടൊരു സാധനം വന്നേക്കണം. മനുഷ്യന്മാരെ കൊല്ലുന്ന സാധനം എനിക്ക് എന്തിനാ തന്നത്? എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ്. എന്നെ കാണിക്കല്ലേ. നീ ഉദ്ദേശിച്ചിടത്ത് തന്നെയല്ലേ കൊണ്ടത്? എന്താ സാർ? അല്ലെങ്കിൽ ഇവൻ ഇനിയും ഉന്നം പരീക്ഷിക്കും. സാർ ക്ലാസ്സിലേക്ക് എന്തിനാ വീണ്ടും എറിഞ്ഞു വീഴ്ത്താനാ? ഇനി ഞാൻ സൂക്ഷിച്ചേ നടക്കും. സാർ എന്ത് പറ്റി സാർ? കാറെടുത്ത് മാറ്റണം. ഞാനിവിടെ പാർക്ക് ചെയ്താ. സോറി സാർ. കുപ്പി ലോറി കൊണ്ട് വരാഞ്ഞത് ഭാഗ്യം. ആം സ്ട്രൈറ്റ്. Bend down, bend down. Breathe. ഗുഡ് മോർണിംഗ് സാർ. Good morning. കവളിൽ എന്താണോ കുരിശ്? ഒന്നും പറയണ്ട സാറേ. അടുത്തപടി ടി വി കാണാൻ പോയപ്പോ ആന്റിനെ പിടിച്ചതാ. ഓ ഷോക്ക് അടിച്ചതാണോ? അല്ല അവരുടെ ഭർത്താവ് അടിച്ചതാ. അതെന്തിന്? ആന്റിയെ കയറി പിടിച്ച ആന്റിയുടെ ഭർത്താവ് അല്ലാതെ പിന്നെ സാർ അടിക്കും. ഇത് ആദ്യത്തെ അനുഭവമാണോ? അതെ. പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് ചെയ്യണോ? എന്റെ നടുവ് സോറി. അവൻ ഉന്നം തെറ്റി. ഇവൻ ഉന്നം തെറ്റിയില്ല. പ്രാക്ടീസ് മുടക്കരുത്. പാവോ കുഞ്ഞോറ സാർ.
ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. ആഹാ, അപ്പൊ ലാലി ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നില്ലേ, അന്നത്തെ ബെസ്റ്റ് ജമ്പറായിരുന്നു ഞാൻ. എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ഏയ്, ചാട്ടം കണ്ടിട്ട്. ആ സമയത്ത് ആ കെട്ടിക്കാൻ പ്രായമായ 3 പെങ്ങാമാരെ എന്നെ ഏൽപ്പിച്ചിട്ട് അപ്പച്ചൻ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയത്. അതോടെ എന്റെ ചാട്ടവും നിന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് എന്റെ പെങ്ങാമാരെ എന്നേക്കാൾ വലിയ ചാട്ടക്കാരാണെന്ന്. അവർ ഓരോരുത്തന്മാരോട് ചാടിപ്പോയി. എന്നിട്ട് എന്താ ഇപ്പോ അവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വന്ന്. സ്റ്റാർട്ടിംഗ് പോയി? ആ, വീട്ടില്. അതാണല്ലോ ഓരോരുത്തരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പെങ്ങാമാര് വെറും കൈയോടല്ല വന്നത്. കയ്യിൽ ഓരോ ട്രോഫി ഉണ്ട്. മൂത്ത പെങ്ങക്ക് ട്രോഫി 2. മൂത്ത ട്രോഫി 5 പഠിക്കണം, ഇളയ ട്രോഫി 2 പഠിക്കണം. ഞാൻ ഇതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ. എന്നിട്ടിപ്പോ എന്തായി, അവരെയും കൂടി പോറ്റണമെങ്കിൽ ക്യാൻറ്റീൻ മാത്രം പോരാ, ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നല്ലൊരു ജമ്പറായിരുന്നു ഞാൻ. അമ്മുമ്മയുടെ ജമ്പർ പോലെ ആയി. അല്ല ലാലി, ആവശ്യത്തിന് മുട്ട പുറത്തുനിന്ന് ഇട്ടുണ്ടല്ലോ, പിന്നെ നീ കോഴികൾ വളർത്തുന്നത്? നീ എന്താ വിചാരിച്ചത്? അവര് വെറും കോഴികളല്ല, അവരെന്റെ മക്കളടാ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കൾ. ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും. അവർക്ക് ഓരോ മുട്ടയിട്ട് തരും. അവരെ കൊണ്ട് അതെല്ലാം പറ്റൂ. ഞാനത് ബുൾസയും ഓംലെറ്റൊക്കെ ആയിട്ട് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് വിറ്റ് കാശാക്കും. അതെന്റെ ഒരു സന്തോഷത്തിന്. മച്ചറിഞ്ഞോ, അർജുനോട് ഹൈജം പ്രാക്ടീസ് ചെയ്യുന്നു. ഹൈജമ്പോ? ആ, അവൻ മച്ചാടെ സാമ്രാജ്യത്തിൽ കയറി കൈവച്ചിരിക്കുക. ഓട്ടത്തിന്റെ കൂടെ ഹൈജം കൂടിയും പ്രാക്ടീസ് ചെയ്തിരുന്നത് മച്ചാ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ മൊണോപ്പൊളി നമ്മൾ കൈവിടരുത്. മച്ചാ, ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ലട്ടോ മച്ചാ. ഒന്ന് ആലോചിച്ച് നോക്കി, ആരീ അർജുൻ? നമ്മുടെ ഗൗരി അപമാനിച്ചിട്ടവൻ. അങ്ങനെയുള്ള അവനെ പരാജയപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഗൗരിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഗൗരിക്ക് വേണ്ടിയാന്ന് മച്ച പറയും. അപ്പൊ ഗൗരിക്ക് മച്ചാനോട് എന്ത് തോന്നും? ചെല്ലും മച്ച, മച്ചാൻ ഈ കോളേജിലെ ഹൈ ജമ്പ് ചാമ്പ്യൻ അല്ലേ, ചെന്നൊരു മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കേ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റോന്ന്. ചക്രവർത്തി, നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഐ എം സോറി. നിന്നെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഒന്ന് പോ മച്ചാ, മച്ചാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അതൊക്കെ മറക്ക്. നമുക്ക് നമ്മുടെ മാന വരും. മച്ച ചെന്ന് ചാട്, ഞങ്ങൾ കൈയടിക്കാനുള്ള ആളുണ്ടാക്കട്ടെ. ആടാ, ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല? ഹലോ, നിങ്ങൾ വരുന്നില്ലേ? ടിനു അർജുനും തമ്മിൽ മത്സരം. കഴിഞ്ഞ 2 വർഷത്തെ കോളേജ് ഹൈജമ്പ് ചാമ്പ്യനാ ടിനു. അവനോടാ കളി. ഗൗരി വാ, ആ അർജുനോട് പകരം വീട്ടാൻ പറ്റിയ അവസരം. ഈ തവണ അവന് കൂലി എടുപ്പിക്കണം. നീ വാ. വെൽ ഡൺ. താങ്ക് യു സർ. കീപ് ഇറ്റ് അപ്പ്. ഷുവർ സർ. മച്ച വേഗം സ്ഥലം വിടുന്ന ബുദ്ധി. മച്ചാടെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡ്സും തകർത്താൻ ചാടിയിരിക്കണേ. മച്ച പെട്ടുപോയി, ഇനി ചാടിയേ പറ്റൂ. മച്ചാ, നമ്മുടെ മൊണോപ്പൊളി പൊളിക്കരുത്. അടിച്ചതിന്റെ മോണെ ഞാൻ പൊളിക്കും. സുഹൃത്തുക്കളായ ചതിയന്മാരാവരുതാ. അയ്യോ മച്ച, പ്രോബ്ലം ഇല്ല. കമോൺ കമോൺ മച്ചാ, മൊണോപ്പൊളി ഇവിടെ അല്ലേ. കമോൺ മച്ച. ഇവിടുത്തെ ചന്തിന അലവലാതി. അർജുൻ പോയത് നന്നായില്ലെങ്കിൽ പിന്നെയും ചമ്മിയാനെ. വടി പോവാൻ പാ. മാനം പോകുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാ ബുദ്ധി. ഓക്കെ മച്ച, കാണട്ടോ. നീ ഒറ്റയ്ക്ക് ആടി പഠിക്കും. എനിക്ക് വേറെ പണിയുണ്ട്. അല്ല സാർ, അത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഞാൻ ഇത്തിരി നേരത്തെ ചിരിച്ചാൽ അങ്ങനെ തന്നെ ചേതം. സ്പോർട്സ് സാറിന് ചിരിക്കാൻ മേലെ. പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് താൻ അവിടെ കറങ്ങി നടക്കണോ? ഞാനിത്തിരി യൂറിൻ പാസ് ചെയ്യാൻ പോയ സാർ. അതിനും പ്രാക്ടീസ് വേണോ? എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തനിക്ക് എന്നാണോ കുഴപ്പം? എന്റെ യൂട്രസിന്റെ കംപ്ലൈന്റ് ആണ്. ഓ, ഐ എം സോറി. അതാണോ? എന്നാ പോയി ഒഴിച്ചോ. ഇവൻ ഇനി പ്രസവിക്കോ ഇവിടെ? സാറേ, ഹാമർ വരുന്നു, പിടിച്ചോ.
സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്റെ ഈശോയെ, സാറെന്താ മേലോട്ട് നോക്കുന്നത്? മിസൈല് വല്ലതും വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈലോ? ഇതാ വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ചു ഈ പരുവത്തിലാവും. എന്റെ അമ്മേ. ഈശോ. ഗുഡ് മോർണിംഗ് സാർ. ആ എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ. അത് കഴിഞ്ഞല്ലോ സാർ. എന്റെ കാര്യം കഴിഞ്ഞു. നെഞ്ചിനെങ്ങനെയാണ് സാർ? ഇഞ്ചിൻ കയറിയ പോലെ ഉണ്ട്. ഈശോയെ. താനിങ്ങി വേടോ ജമ്പുകാരൻ. താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത്, താഴെ കൂടെയാണോ ചാടിയത്? സാർ മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ? ദാ ഇങ്ങനെ ഓടിവാ സാർ. കൊത്തേ. ഇങ്ങനെ കേറില്ല. വട്ടോടിഞ്ഞു പോട്ടെ, വട്ടോടിഞ്ഞു പോട്ടെ. ആ, ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ആ കേറ്റ് കേറ്റ് കേറ്റ്. ആ തള്ളി കേറ്റ്. അയ്യോ കേറ്റ്. വീണ്ടും ഉടക്കി. അയ്യോ പുറത്തേക്ക് എടുക്ക്. ആ ഒടിഞ്ഞു പോട്ടെ, ഒടിഞ്ഞു പോട്ടെ, ഒടിഞ്ഞു പോട്ടെ. സാറേ ഇനി എന്താ ചെയ്യാ? എങ്ങനെങ്കിലും ഇത് വലിച്ചൂരടാ. ആ നിലത്ത് കിടത്ത് ചവിട്ടി ഊരാം. വലി വലി. ഒരു ഐഡിയ ഉണ്ട്. ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ. ക്യാൻറ്റീനിൽ കോടാലി ഉണ്ടല്ലോ, ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോകാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്പോർട്സ്മാൻമാരെ. മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. ഗ്യാസ് കൊണ്ടുള്ള വണ്ടിയാണ്. മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കുമ്പോഴാ ക്യാൻറ്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് സൂക്ഷിച്ച്. പോലുമ്പോ പിടിക്കല്ലാരും ഒരു മാറിക്ക്. നീ എന്താടാ എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ? കൊടിയും കുത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്ന കാണണ്ടേ സാർ? വന്ന് മൂട്ടിലിടിച്ച സ്പീഡിൽ ചവിട്ടടാ. കാറ്റടിച്ചപ്പോ ഒരു സുഖം. സാർ കരയല്ലേ? കരയാതിരിക്കേ. ആ സ്ഥലത്തേക്ക് ഒന്നും കയറിയിട്ട് പിന്നെ ചിരിക്കണോ? ഇതിലും വലുതെന്തോ വരാനിരുന്നതാ ദൈവം.